നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നോട് കാണിച്ച ദ്രോഹത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ ചത്തുപോകാതിരുന്നതും ദൈവം ആയുസ് നീട്ടി തന്നതും എന്നെ ഈ രൂപത്തിൽ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ടാണ്. സ്വന്തം മോളെ എഴുന്നേറ്റ് നിൽക്കാനാവാത്ത അവസ്ഥയിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ശപിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളൊരു തന്തയാണോ? ജീവുണ്ടരുത്. എന്നെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ആവത് തന്നെയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. എന്താണെന്നറിയോ, ഇവളെ നട്ടല് തല്ലിയൊടിച്ച് ഈ അവസ്ഥയിലാക്കി ഈ വീട്ടിന്റെ മൂലക്കിടാൻ. പക്ഷേ ഞാനായിട്ടത് ചെയ്യേണ്ടി വന്നില്ല. ദൈവമായിട്ട് തന്നെ അതങ്ങ് ചെയ്തു. എഴുന്നേറ്റ് നിൽക്കാനാവാതെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്തിനാ അമ്മാവ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാരണമാണ് അമ്മാവ ശിവാനിക്ക് ഈ ഒരു ഗതികേടുണ്ടായത്. ഇവളെ ഇവിടെ കൊണ്ടുവന്ന് തനിച്ചിട്ടേക്കാൻ പറ്റാത്തത് കൊണ്ട് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോയതാ ഞങ്ങള്. അവിടുന്ന് ഇറക്കി വിട്ടതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അമ്മാവനും ഇങ്ങനെ സംസാരിക്കല്ലേ. ഇവളെ അവിടെ നിന്ന് വീണ്ടും ഇറക്കി വിട്ടോ? നിനക്ക് ഈശ്വരമംഗലത്താരോട് എന്തെങ്കിലും വിരോധമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവളെ വീണ്ടും അവിടെ കൊണ്ടുപോവോ? നിധി ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായശ്ചിത്തം അത്രയും ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ അങ്കിൾ. ശിവാജിയുടെ കേസിൽ പ്രായശ്ചിത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞില്ലേ, ദൈവം കൊടുത്ത ശിക്ഷയാണത്. നിങ്ങൾക്കറിയോ, ഇപ്പൊ ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഇവളാ. ഞാനന്ന് ബാത്റൂമിൽ വീണതൊന്നും അല്ല. എന്റെ കാല് വാരി നിലത്ത് വീഴ്ത്തിയതായവള്. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഈ നിൽക്കുന്നതിന്റെ പുന്നാര മോളാണെന്ന സത്യം എന്റെ ഭാര്യയ്ക്കും അറിയാം. ഇവള് ഈ ശിവാനി അപകടപ്പെടുത്തിയതാണ് എന്നെ. സത്യമാണോ ഏട്ടോ ഈ പറയുന്നത്? എന്നിട്ടെന്താ ഏട്ടനത് എന്നോട് പറയായിരുന്നേ? അന്നേ നിന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തിനാ ശിവാനി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? നീ തന്നെയാണോ ശിവാനി അങ്കിളിനോട് ഇങ്ങനെ ചെയ്തത്? വേണ്ടതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എന്ത് അഭിനയം നീ നടത്തിയത്? കൊള്ളാം ശിവാനി, ഒന്നുമില്ലേലും നിന്റെ അച്ഛനല്ലേ ഇത്? ഈ മനുഷ്യനോട് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇങ്ങനെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയുന്നതാ. എന്റെ മോൾ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അമ്മ മിണ്ടാതിരിക്കെ.